അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഈ ശനിയാഴ്ച രാവിലെ മോൻ പറഞ്ഞു നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സാധാരണ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നല്ല ഉയരത്തിൽ കയറി പോവും. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് പോയി നിന്ന് ആ വ്യൂ നിന്ന് നമ്മൾ കാണുമ്പോൾ എന്താണെന്നറിയോ, ആ നഗരവും മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കാണാം. കാരണം അത്ര ഉയരമുള്ള സ്ഥലത്തായിരിക്കുമല്ലോ പോയി നിൽക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്നു, അവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഇതേപോലെ ഇല്ല. അപ്പോഴത്തേക്ക് കുറച്ച് തണുപ്പുണ്ട് കേട്ടോ, അവിടെയൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു ജാക്കറ്റും ഒക്കെ ഇട്ട് ഞാൻ ഞങ്ങളവിടെ പോയി ഞങ്ങളവിടെ നിന്നു. ഈ വ്യൂ പോയിൻ്റ് കണ്ടു. കൊള്ളാം, നന്നായിരുന്നു. കാരണം ഈ പോർട്ട്ലാൻഡ് സിറ്റി മുഴുവൻ, പോർട്ട്ലാൻഡ് വലിയ സിറ്റിയാണ്, പോർട്ട്ലാൻഡ് സിറ്റി മുഴുവൻ അവിടെ നിന്നാൽ കാണാം. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ 2 നിലയിൽ കൂടുതലുള്ള ഉയരമുള്ള കെട്ടിടങ്ങളില്ല. കാരണം ഇവിടെ അങ്ങനെയാണ്, ഇവിടെ നല്ല പ്ലാനിങ് ആണ്, വെൽ പ്ലാൻഡ് ആണ്. 2 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ ഇവിടെ കാണാൻ കിട്ടത്തില്ല. പക്ഷെ നേരെ മറിച്ച് പോർട്ട്ലാൻഡിൽ അമ്പരചുംബികളായിട്ടുള്ള ധാരാളം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതും അവിടെ നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്തു. പക്ഷേ ഫോഗ് ആയതുകൊണ്ട് അതിന് വലിയ തെളിച്ചം കിട്ടത്തില്ല. കാരണം അതുപോലെ അന്ന് വളരെ ക്ലൗഡി ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയം. അത് അങ്ങനെ ആ ഒരു അതുപോലെ തന്നെ ഇവിടുത്തെ ചാറ്റൽ മഴയെന്ന് പറയുന്നത് ഞാൻ കണ്ടു. മഴ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല കേട്ടോ. നമുക്ക് മഞ്ഞ് പെയ്യത്തില്ലേ, ഏതാണ്ട് ആ രീതിയിലാണ് അത് ഞങ്ങൾ നടക്കാൻ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഈ മഞ്ഞ് പെയ്യുന്നത് പോലെ ചെറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ദേഹത്ത്. എന്നാൽ വെള്ളം കാണാനുമില്ല, ആ രീതിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ആ വ്യൂ പോയിൻ്റ് കണ്ടു. അപ്പോൾ അവിടെ രസകരമായ ഒരു കാര്യം കാണാനിടയത്, എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും പഴയ കാറുകളുടെ ഒരു എക്സിബിഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ആളുകളാണ് ഇത് കൊണ്ടുവന്നിരുന്നത് കേട്ടോ. അതൊക്കെ ഓടിക്കാവുന്ന, സ്റ്റാർട്ട് ചെയ്യാവുന്ന കാറുകളാണ്. ഫോർഡിൻ്റെ പഴയ വണ്ടികളാണ് മുഴുവൻ. അപ്പോൾ അതിൽ ഒരാളോട് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു അത് 1914 ഉള്ള ഒരു വെഹിക്കിളാണ് ഒരെണ്ണം. അയാൾ നല്ല വയസ്സനാണ്, ഇത് വന്ന ആൾ. കാരണം എന്നെക്കാളും പ്രായമുള്ള ആളാണ്. അയാൾക്കൊരു 85 ഇയേഴ്സ് എങ്കിലും കാണും. അയാളുടെ അപ്പൂപ്പൻ്റെ കാറാണെന്ന് പറഞ്ഞത് കേട്ടോ. അത് അയാൾക്ക് കൈമാറി കിട്ടിയതാണെന്ന് പറഞ്ഞു. നല്ല പളുക് പോലെ തിളങ്ങാണ്, സ്വർണം പോലെ തേച്ച് മിനുക്കി റെഡിയാക്കി വെച്ചേക്കാണത്. അവർ ആർക്കിയോളജിക്കൽ വാല്യൂ അവർ കൊടുക്കുന്നത് നമ്മൾ കാണേണ്ടതാണ്. ഞാൻ ആ കാറുകളുടെ എല്ലാം ഫോട്ടോ ഏതാണ്ട് പകർത്തി. പിന്നെ ചില ആളുകൾ മറഞ്ഞു നിന്നത് കാരണം ചില വണ്ടികളുടെ എടുത്തിട്ടില്ല. ബാക്കി എന്നാലും ഏതാണ്ടൊക്കെ അത് പകർത്തി ഇട്ടതിന് ശേഷം അന്നേരം മോൻ പറഞ്ഞു, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹമാണ്. അപ്പം അവൻ പറഞ്ഞു, അവൻ നടത്തി തന്ന്. അവൻ പറഞ്ഞ് ഇനി ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. അത് മൂത്താപ്പ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം. എവിടാ എന്ന് ചോദിച്ചു. റെഡ്വുഡ് ട്രീസ് കാണണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണണം. റെഡ്വുഡ് ട്രീസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ വളരുന്നതെന്ന് പറഞ്ഞാൽ അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് അതൊക്കെ. അത് ഏറ്റവും കൂടുതൽ വളരുന്നതും അത് അത്രത്തോളം കൂടുതലുള്ളതും സാൻ ഫ്രാൻസിസ്കോയിൽ, കാലിഫോർണിയ, അവിടെയാണ്. സാൻ ഫ്രാൻസിസ്കോയിലാണ്. പക്ഷേ ഈ മരങ്ങളുണ്ടല്ലോ, അത്ര അങ്ങ് ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളാണ്. അതൊരു വെറും വാക്കല്ല. ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഈ മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പം എനിക്കതുകൊണ്ട് അത്രയും ഇഷ്ടമാണ് ഈ മരങ്ങളെ. ഏറ്റവും കൂടുതൽ പ്രക്ഷുബ്ധമായ കാലാവസ്ഥ ഉള്ള ഒരു സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ. അവിടെ സ്റ്റോമും തണ്ടർ സ്റ്റോമും അത്രത്തോളം വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മരങ്ങൾ കടപുഴുകി വീഴും, മരങ്ങൾ ഒടിഞ്ഞു വീഴും, അതൊക്കെ ചെയ്യും. ഈ മരങ്ങളുടെ ഒരു പ്രത്യേകത, ഈ റെഡ്വുഡ് ട്രീസിൻ്റെ പ്രത്യേകത, ഇതിന് തായ്വേരില്ല. അതായത് ഭൂമിക്ക് അടിയിലേക്ക് പോകുന്ന വേരുകൾ അതിനില്ല. തായ്വേരെന്ന് പറയുന്ന സാധനം അതിനില്ല. ആ റൂട്ട് അതിനില്ല, ആ മരങ്ങൾക്കില്ല, ഈ മരങ്ങൾക്കൊന്നും. പക്ഷേ എന്നാലും പിന്നെന്താ ഇത് വീഴാത്തത്? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് നമുക്കിതിൻ്റെ വേരുകളെ കാണാം, വെളിയിൽ കാണാം. ഞാൻ കണ്ടു. ഭൂമിയുടെ പ്രതലത്തിനോട് ചേർന്നിട്ട് ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ ഭൂമിക്ക് പാരലായിട്ട് സഞ്ചരിക്കും. പ്രതലത്തിന് പുറത്തും വരും, ഏതാണ്ട് ഒരു 2-3 അടി താഴ്ച, 5 അടിക്ക് ഉള്ളിലായിട്ട് താഴ്ചയിലും വരും ഈ വേരുകൾ. അങ്ങ് സൈഡിലേക്കുള്ള വേരുകൾ മാത്രമേ ഉള്ളൂ, വശങ്ങളിലേക്കെല്ലാം വേരുകളാണ്. ഈ വേരുകൾ എന്താ ചെയ്യുന്നറിയോ?
അടുത്ത് നിൽക്കുന്ന മരമുണ്ട്, നേരെ അതിൻ്റെ അടുത്തോട്ട് പോകും. അവിടുന്ന് ആ മരത്തിൻ്റെ വേരും ഇതേപോലെ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇതിങ്ങനെ കുരുത്ത് പിടിക്കുകയാണ് ഈ വേരുകൾ. അപ്പോൾ ഒരിടത്ത് ഒരു 500 മരം അല്ലെ ഒരു 5000 മരം നിൽപ്പുണ്ടെന്നിരിക്കട്ടെ. ഈ 5000 മരങ്ങളും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് കാരണം ഈ ഇൻ്റർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേരുകൾ പരസ്പരം കുരുത്ത് പിടിച്ചേക്കാണ്. തായ് വേരില്ല. പക്ഷേ ഇത് കാറ്റത്ത് വീഴില്ല, ഇത് മഴയത്ത് വീഴില്ല, കൊടുങ്കാറ്റത്ത് വീഴില്ല. ഇത്രയും ഉയരം കൂടിയ മരങ്ങൾ, വലിയ വണ്ണമുണ്ട്. അതേപോലെ നേരെ ഇങ്ങനെ പോവാണ്. ഈ മരങ്ങളൊന്നും ഒരു കാരണവശാലും മറിഞ്ഞു വീഴില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് തമ്മിലുള്ള പരസ്പര ബന്ധമാണ് കാണിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ്. അത് ഞാൻ അടുത്തത് പറയാം.